ഷാലോമിനൊപ്പം ഈശോയുടെ കൂടെയായിരിക്കാൻ ബ്ലൂമിംഗ് ബഡ്സിന്റെ 39ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബ്ലൂമിംഗ് ബഡ്സ്. കൂട്ടുകാരെ, നമുക്കെപ്പോഴും സഹായകരായി വരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനോട് നാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അതിനായി കുഞ്ഞു കുഞ്ഞു ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനായി സുനിത സിസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെഗ്മെന്റ് തേൻമൊഴികൾ. ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. മക്കളെ, ഈശോ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താ? കുറേ സമ്മാനങ്ങൾ തന്നിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള പല പല കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിലേറ്റവും വലിയ ഗിഫ്റ്റ് എന്തായിരിക്കും? പരിശുദ്ധാത്മാവാണ്. ഓക്കെ, പരിശുദ്ധാത്മാവാണ് ഈശോ അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രഷ്യസ് ആയിട്ടുള്ള നിധിയായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ 24 മണിക്കൂറും ചേർന്ന് നടന്ന് നമ്മളെ സഹായിക്കുന്നു. കൂട്ടുകാരെയൊക്കെ ചോദിച്ച് 24 മണിക്കൂറും കാണുമോ രാവിലെ തൊട്ട് രാത്രി വരെ? ഇല്ല അല്ലേ? നമ്മുടെ പപ്പയും അമ്മയായാലും ചില സമയങ്ങളിൽ അവരില്ല. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ സ്വപ്നം, നമ്മുടെ ചിന്ത, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ എപ്പോഴും മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ അതെപ്പോഴും മനസ്സിലാക്കി നമ്മുടെ ഉള്ളിൽ നടക്കുന്ന, ഉള്ളിൽ കൂടെ ഇങ്ങനെ മജ്ജയോടും മാംസത്തോടും ശരീരത്തോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ദൈവം തന്ന ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ്. ഓക്കെ, ഇനി ഇത് കൂടുതൽ മനസ്സിലാക്കുക സിസ്റ്റർ ഒരു കുഞ്ഞി കഥ പറഞ്ഞുതരാം. കഥ ഇഷ്ടമല്ലേ? ഇഷ്ടം. ഓക്കെ, ഒരിക്കലും ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള, എന്ന് വെച്ചാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അറിയുന്ന ഒരു ചേട്ടൻ നല്ലൊരു മുന്തിയ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോവാണ്. ഓക്കെ, നമ്മുടെ NH ഹൈവേ വഴി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കാറിന് വിചാരിച്ചതുപോലെ ഓടുന്നില്ല, എന്തൊക്കെ കുലുക്കം, സ്റ്റക്കായി പോകുന്നു, എന്തോ കിച്ച് കിച്ച് പ്രോബ്ലം നമ്മുടെ കാറിനുണ്ടായി. അപ്പോൾ ഈ ചേട്ടൻ നോക്കിയിട്ട് അത് പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നു, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. അത് അത്ര നന്നായി ഉഷാറായി പോകുന്നില്ല. അപ്പോൾ ചേട്ടൻ കാർ നിർത്തിയിട്ട് ഇറങ്ങി ഇങ്ങനെ കാറിനെയൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും കാറിൽ ഒരു ടയർ പഞ്ചറായി. ഇപ്പം നടുവഴി കിടക്കുവാണ്, ഒരു കാട് പോലുള്ള ഒരു ഉൾഗ്രാമമാണ്. ചേട്ടന് അങ്ങ് ഓടിച്ചങ്ങ് ഒരു 10-60 കിലോമീറ്റർ പോകണം, എങ്കിലേ സിറ്റി ആവത്തുള്ളൂ. അപ്പോൾ ഈ നടുവഴിയിൽ ഇനിയിപ്പോൾ എന്നാ ചെയ്യും? കാറ് ടയർ പഞ്ചറായി പോകും. അപ്പോൾ ഈ പുള്ളി നോക്കിയിട്ട് പിന്നെ കുഴപ്പമില്ല, പരിശോധിച്ചപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് മനസ്സിലായി പുറകിൽ ഒരു സ്റ്റെപ്പിനി ആയിട്ടുള്ള ഒരു ടയറുണ്ട്. അപ്പം ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് എടുക്കുന്നു. ഇത് ഊരി 4 സ്ക്രൂ എടുത്ത് വെക്കും. ഒക്കെ കരയിൽ വയ്ക്കുക. ഇത് നിർത്തിയിരിക്കുന്നത് ഒരു ഓടയുടെ അരികിലാണ് കാറ് നിർത്തിയത്. അപ്പോൾ ഈ സ്റ്റെപ്പിനി ടയർ ഇങ്ങനെ ഉരുട്ടി മുന്നോട്ട് വരുമ്പോൾ അറിയാതെ ഇത് കുറച്ച് സ്പീഡിൽ ഉരുളുന്നു. ആ 4 സ്ക്രൂവും ഓടയിൽ വീഴും. ഒക്കെ സ്ക്രൂ ഇല്ലാതെ ഇനി ടയർ പിടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ ഭയങ്കര ടെൻഷനായി പോകുന്നത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ടയർ ഊരി സ്ക്രൂ എല്ലാം വെള്ളത്തിൽ പോയി. ഇനി 3 ടയർ വെച്ച് വണ്ടി ഓടത്തില്ല. ഇനി കടയാണെങ്കിലും അങ്ങ് ദൂരെ അകലെ, ഒന്നും അറിയത്തില്ല, അറിയാൻ പറ്റാത്ത നാട്, ഉൾഗ്രാമം, അവിടെ ഷോപ്പൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യും? അങ്ങനെ ടെൻഷൻ അടിച്ച് ദൈവമേ ഇനിയിപ്പോൾ സന്ധ്യയാവും, എന്ത് ചെയ്യും? അങ്ങനെ വളരെ വളരെ വിഷമിച്ച് ഒരു മാർഗവും കാണുന്നില്ല, ബുദ്ധിയിലൊന്നും തെളിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുഞ്ഞു കുട്ടി അതുവഴി നടന്നു വരും. അപ്പോൾ ആ ഇദ്ദേഹത്തിൻ്റെ വിഷമം കണ്ടിട്ട് കുഞ്ഞ് ചോദിക്കും, അങ്കിളെ എന്ത് പറ്റി? അങ്കിൾ എന്താ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ ആദ്യമൊന്നും പറഞ്ഞു കൊടുക്കില്ല. അവന് പറഞ്ഞിട്ട് എന്താ, ഒന്നും മനസ്സിലാവത്തില്ല, സഹായിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ വിഷമിച്ച് എന്ത് ചെയ്യും ദൈവമേ എന്നിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ആ കുഞ്ഞിങ്ങനെ തോളച്ചിട്ട്, അങ്കിളെ പറ, അങ്കിളെ എന്ത് പറ്റി? അപ്പോൾ പറയും, എൻ്റെ മോനെ ഇതൊക്കെയാണ് അവസ്ഥ, സ്ക്രൂവും പോയി, പിടിപ്പിക്കാനും പറ്റില്ല, വണ്ടി ദൂരെ പോകാനും പറ്റത്തില്ല, ഞാനിങ്ങനെ നടുവഴിയിലായി, ഇനി എന്ത് ചെയ്യും? അവിടെ എത്തേണ്ടതാണ് ഇത്ര ഒരു നിശ്ചിത സമയത്തിന്, അതും പറ്റത്തില്ല. അപ്പോൾ ഈ കുഞ്ഞിങ്ങനെ ആലോചിച്ചിട്ട് പറയും, ചേട്ടാ ഒരു ഐഡിയ ഉണ്ട്, അങ്കിളെ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ഈ മറ്റ് 3 ടയറുണ്ടല്ലോ, ആ ടയറിൽ നിന്ന് ഓരോ സ്ക്രൂ വീതം ഊരിയെടുത്ത് നമുക്ക് ഈ ടയറ് 3 സ്ക്രൂവിൽ പിടിപ്പിച്ചിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം. വണ്ടി ഓടിച്ചിട്ട് അടുത്ത കട എത്തുന്നത് വരെ നമുക്ക് ഓടിക്കാം. എന്നിട്ട് ആ കടയിൽ നിന്ന് വാങ്ങിച്ച് 4 സ്ക്രൂ വാങ്ങിച്ച് ആ ടയറിൽ 4 ടയറിൽ ഈ സ്ക്രൂവും കൂടി കയറ്റിയാൽ പോരെ?
ചേട്ടന് ഭയങ്കര അതിശയം സ്തംഭിച്ചു. എൻ്റെ മോനെ, നിന്നെ സമ്മതിക്കണം. പോയി കെട്ടിപ്പിടിച്ച് ചറവറാന്ന് കുറേ ഉമ്മയൊക്കെ കൊടുക്കും. ഓക്കെ, അങ്ങനെ പ്രോബ്ലം സോൾവ്ഡായി. അപ്പോൾ അറിവും ആരിൽ നിന്നും വരാം, അല്ലെ? കുഞ്ഞിൽ നിന്നും വരാം, വലിയ ആളിൽ നിന്ന് വരാം, ആരിൽ നിന്ന് വരാം. അപ്പോൾ ആരെയും നമ്മൾ പരിഹസിക്കാൻ പാടില്ല, വിധിക്കാൻ പാടില്ല, മാറ്റി നിർത്താൻ പാടില്ല, കളിയാക്കാൻ പാടില്ല. ഓക്കെ, ഈ ജ്ഞാനം തരുന്നത് ദൈവമാണ്. ഓക്കെ, അറിവ് നമുക്കുണ്ട്, പക്ഷെ എല്ലാ അറിവും നമുക്ക് വേണ്ട. നല്ല സുന്ദരമായ ജീവിതം നയിക്കണമെങ്കിൽ എല്ലാ അറിവും പഠിച്ചിട്ടൊരു കാര്യമില്ല. നമുക്ക് ഇച്ചിരി ജ്ഞാനം കിട്ടിയാൽ മതി, പരിശുദ്ധാത്മാവ് തന്നാൽ മതി. ഓക്കെ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ മക്കൾക്കറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ പാപങ്ങൾ കൊണ്ട്, നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുരുത്തക്കേടുകൾ കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഇറക്കി വിടാൻ പാടില്ല. പാടുണ്ടോ? ഇല്ല. എപ്പോഴും വേണം. നമുക്ക് ബാക്കി ഒന്നുമില്ലെങ്കിലും പരിശുദ്ധാത്മാവിനെ നമ്മൾ കളയാൻ പാടില്ല, വിഷമിപ്പിക്കാൻ പാടില്ല. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വട്ടം ഇതുപോലെ നമ്മൾ സാംസണിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്, അതുപോലെ സാവൂൾ രാജാവിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ സാംസൺ പ്രാർത്ഥിച്ചായിരുന്നു, അവസാന ഘട്ടങ്ങളിൽ പ്രാർത്ഥിച്ചായിരുന്നു, ദൈവമേ എന്നെ ഓർക്കണമേ. ഒക്കെ ഓർത്തു, ആ ശക്തി വീണ്ടും കിട്ടി. പുള്ളി പിന്നെ ക്ലൈമാക്സ് ഭയങ്കര സൂപ്പറായി മാറി. ഓക്കെ, അതുപോലെ ദാവീദ് രാജാവ് സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട്, 51 സങ്കീർത്തനത്തിൽ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റരുതേ. ഓക്കെ, അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ എന്നിൽ നിന്ന് പോവരുതേ, എന്നിൽ വസിക്കണം, എന്നിൽ ചേർന്ന് ജീവിക്കണം, ഞാൻ പോകുന്നിടത്തൊക്കെ കൂടെ വരണം, എവിടെ പോകുന്നു എന്തൊക്കെ ചെയ്താലും നീയും കൂടെ വേണം, എന്നെ ഇട്ടേച്ചിട്ട് പോവരുതേ. ഇനി പ്രാർത്ഥിക്കാവോ? അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണം. ഐ ലവ് യു പറയണം, ചേർത്ത് പിടിക്കണം. ആത്മാവേ, നിൻ്റെ സഹായത്തോട് ഞാൻ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, സ്വർഗം ഭൂമിയിൽ ഞാൻ കൊണ്ടുവരും, എന്നെ എടുത്ത് ഉപയോഗിക്കണമേ. ആത്മാവേ, എന്നെ ജ്വലിപ്പിക്കണേ, ശക്തി തരണേ, ബുദ്ധി തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ഈശോ ഇപ്പോൾ ആത്മാവ് കൊണ്ട് നിറയട്ടെ, നിറച്ച് നമ്മളെ എടുത്ത് ഉപയോഗിക്കട്ടെ. ആമേൻ. സ്ലീഹ എന്ന സുറിയാനി പദത്തിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. കേരളക്കരയിൽ സുവിശേഷ പ്രഘോഷണത്തിനായി AD 52 തോമാസ് സ്ലീഹ എത്തി. ക്രിസ്തു ശിഷ്യനായ തോമാസ് സ്ലീഹയെ കുറിച്ചാണ് ആന്റണി അച്ഛൻ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് പോകാം നമ്മുടെ സെക്കൻഡ് സെഗ്മെന്റ്, വിശുദ്ധരും കുട്ടികളും. സ്നേഹമുള്ളവരെ, വിശുദ്ധ സെൻറ് തോമസിനെ ഓർക്കുന്ന ദിവസങ്ങളാണിവ. താല്പര്യത്തോടുകൂടെ നമ്മയൊക്കെ ക്രിസ്തീയ ചൈതന്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന നമ്മുടെ പിതാവിനെ, സ്വന്തം പിതാവിനെ ഓർക്കുന്നൊരു കാലഘട്ടം കൂടിയിട്ടാണിത്. ഈ ദിവസങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ വളർന്നു വന്നിരിക്കുന്ന ക്രിസ്തീയ ചൈതന്യത്തിൽ നമ്മെ അടിയുറച്ച് നിലനിർത്താനായിട്ട് ത്യാഗം സഹിച്ച, ചില്ലറ ത്യാഗമല്ല, ഒത്തിരിയേറെ ത്യാഗം സഹിച്ച, രക്തസാക്ഷിത്വം വരെ വഹിച്ച മാർത്തോമാ സ്ലീഹായെ ഓർക്കുന്ന ദിനങ്ങൾ. 2017 മുതൽ 2020 വരെ കൊടുങ്ങല്ലൂരിലെ അഴീക്കോടുള്ള മാർത്തോമാ പൊന്തിഫിക്കൽ തീർത്ഥകേന്ദ്രത്തിൻ്റെ റെക്ടറായിട്ട് ജോലി ചെയ്യാൻ ദൈവപരിപാലനയിൽ എനിക്ക് സാധിച്ചു. ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് മാർത്തോമ എന്നൊരു പുസ്തകം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതിയൊരു പുസ്തകമാണ്. കാരണം ഞാൻ ക്ലാസ്സുകൾ എടുക്കാനും 2 വാക്ക് ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ പറയാനായിട്ട് താല്പര്യം കാണിക്കുന്ന വ്യക്തിയാണെങ്കിലും പുസ്തകങ്ങൾ എഴുതുന്നതിൽ വലിയ താല്പര്യം എടുക്കാറില്ല. എന്നാൽ അവിടെ വന്ന തീർത്ഥാടകരുടെ ആവശ്യപ്രകാരം എഴുതി കൊടുത്തതാണ് ആ ഒരു ചെറു പുസ്തകം. അതോടൊപ്പം തന്നെ മാർത്തോമാ സ്ലീഹായുടെ മനോഹരമായ ഗാനങ്ങൾ ബഹുമാനപ്പെട്ട ജോഷി കണ്ണൂക്കാടനച്ഛൻ രചിച്ചത് മാർത്തോമ എന്ന പേരിൽ ഒരു CD തയ്യാറാക്കിയിട്ട് ഇറക്കാനായിട്ടും കഴിഞ്ഞത് നന്ദിയോട് കൂടിയിട്ട് ഓർക്കുകയാണ്. മാർത്തോമാ സ്ലീഹ എനിക്ക്, നിങ്ങൾക്ക് ആരാണ്, വിശ്വാസത്തിൽ നമ്മളെ എങ്ങനെ വളർത്തുന്നു, ഞാനും മാർത്തോമാ സ്ലീഹായും തമ്മിലുള്ള അന്തരം എത്രമാത്രമാണ് എന്നൊക്കെ ചിന്തിക്കേണ്ട ദിവസം. ഈ ദിവസങ്ങളിൽ ഞാനൊരു വികാരി അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറയാണ്, ഒരു കുട്ടി എന്നോട് പറഞ്ഞു ഞാനും തോമാസ് സ്ലീഹയെ ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ച എന്താ അതിൻ്റെ കാര്യം എന്താണ്, ആ കുട്ടി പറഞ്ഞ രീതി എന്താണ്?
അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സംഭവം ഓർക്കുകയാണ്. വഴിയിലൂടെ കടന്നുപോയ ഒരു ചേടത്തി പള്ളിയിലേക്കുള്ള വഴി അന്വേഷിച്ച് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു വീടിൻ്റെ മുറ്റത്ത് കളിക്കുന്ന ഒരു കുട്ടിയെ കണ്ടു. പതിവ് പോലെ നമ്മളെല്ലാവരും ചോദിക്കാറുള്ള പോലെ തന്നെ ആ ചേച്ചി ഈ കുട്ടിയോട് ചോദിച്ചു, മോനെ, പള്ളിയിലേക്കുള്ള വഴി ഏതാണ്? ആ കുട്ടി പള്ളിയിലേക്കുള്ള വഴി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ ചേച്ചി അങ്ങോട്ട് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ നിന്ന് അമ്മ കളിച്ചു കൊണ്ടിരുന്ന ഈ കുട്ടിയെ വിളിച്ചു, മോനെ, വന്ന് ഊണ് കഴിക്കും. ഈ 2 പേരും കളിച്ചുകൊണ്ടിരുന്ന ആ കുട്ടിയെ വിളിച്ചത് മോനെ എന്നാണ്. ആദ്യമായിട്ട് ഈ കുട്ടിയെ കണ്ട വഴിയിലൂടെ കടന്നുപോയ ചേടത്തി ആ കുട്ടിയെ വിളിച്ചു മോനെ. 10 മാസം ചുമന്ന് പ്രസവിച്ച, ത്യാഗങ്ങൾ അനുഭവിച്ച് വളർത്തിയ സ്വന്തം അമ്മ അടുക്കളയിൽ നിന്ന് ഈ കുട്ടിയെ വിളിച്ചു മോനെ. 2 പേരും വിളിച്ച വാക്ക് എന്താണ്? മോനെ. എന്നാൽ ഈ 2 സ്ത്രീകളും ആ കുട്ടിക്ക് ഒരുപോലെയല്ല, വളരെയേറെ വ്യത്യാസമുണ്ട്. വികാരിയച്ഛനോട് ഒരു കുട്ടി വന്ന് ഞാനും തോമാശ്ലീഹയും ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാലേ, ആ കുട്ടി വികാരിയച്ഛനോട് പറഞ്ഞു, എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് പറയണേ, ഞാനും തോമാശ്ലീഹായും ഒപ്പത്തിനൊപ്പം. സ്നേഹമുള്ളവരെ, തോമാശ്ലീഹ ഉയർത്തെഴുന്നേറ്റ തൻ്റെ ഗുരുനാഥനെ, ദൈവത്തെ അടുത്ത് കണ്ട് ആ തിരുവിലാവിൽ വിരൽ വെച്ചിട്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഭക്തിയാദരവോടും വിസ്മയത്തോടും കൂടി നിൽക്കുന്നതും ഞാനും നിങ്ങളും എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പറയുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അങ്ങനെ വ്യത്യാസമുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേടിക്കേണ്ടതില്ല. എന്നാൽ ഇങ്ങനൊരു വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും എൻ്റെ പിതാവായ തോമാശ്ലീഹ വിശ്വാസത്തിൽ ക്രിസ്തീയ ചൈതന്യം പകർന്നു നൽകിയ മാർത്തോമാശ്ലീഹ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ വിശ്വാസത്തിൻ്റെ ആഴം, അതും ഞാൻ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് തിരിച്ചറിയുന്നതോടൊപ്പം ദൈവമേ, മാർത്തോമാശ്ലീഹായുടെ ആ വിശ്വാസത്തിൽ പങ്കുപറ്റാൻ ധീരതയോടുകൂടി, സത്യസന്ധതയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി തൻ്റെ ഗുരുനാഥൻ്റെ തിരുവിലാവിൽ സ്പർശിച്ച് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഭക്തിയോട് കൂടിയിട്ട്, വിശ്വാസത്തോട് കൂടിയിട്ട് ഏറ്റുപറയാൻ സാധിച്ച ആ പിതാവിൻ്റെ ചൈതന്യത്തിൽ പങ്കുപറ്റാനായിട്ട് സാധിക്കുക എന്നുള്ളത് എത്രയോ ധന്യമാണ്. ആത്മാർത്ഥതയോടുകൂടി രക്തസാക്ഷിത്വം വരെ വഹിക്കുന്ന സാഹചര്യത്തിലും ധീരതയോടുകൂടിയിട്ട് നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന് പറഞ്ഞ് ത്യാഗമനുഷ്ഠിക്കാൻ തയ്യാറായി ദൂരസ്ഥലത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് ഏഴരപ്പള്ളികൾ അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ഊടും പാവും നൽകി ആരംഭിക്കാനും അടിയുറച്ച വിശ്വാസത്തിൽ സഭയെ വളർത്താനായിട്ട് ഉതകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തൻ്റെ രക്തത്താൽ അതിനൊക്കെ തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളൊരു വന്യപിതാവ്. ഈ കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് പരിശ്രമിക്കാം. എൻ്റെ ദൈവമേ, മാർത്തോമാശ്ലീഹായെ ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന നിൻ്റെ കൃപയ്ക്ക്, നിൻ്റെ പരിപാലനയ്ക്ക് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നതോടൊപ്പം നിൻ്റെ തിരുമുൻപിൽ മുട്ടുകുത്തി തിരുവിലാവിൽ കൈവച്ച് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ ആ പുണ്യപിതാവിനെ പോലെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ത്യാഗത്തോടുകൂടെ നിന്നെ ഏറ്റുപറയാനും അതിൽ വിശ്വസിക്കാനും മറ്റുള്ളവർക്ക് മുൻപിലും നിന്നെ കാണിച്ചു കൊടുക്കത്തക്ക രീതിയിൽ ധീരതയോടുകൂടി മുന്നോട്ട് പോകാനും ഞങ്ങൾക്കേവർക്കും സാധിക്കുമാറാകട്ടെ. കൂട്ടുകാരെ, നമുക്ക് സാധിക്കുന്ന എല്ലാ അവസരങ്ങളിലും നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു നൽകണം. അതിനായി ബൈബിളിലെ ഒരു ഉപമയുമായി കൊച്ചു കൂട്ടുകാരി ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ തേർഡ് സെഗ്മെന്റ് ഈസ് ബ്ലൂമിംഗ് ടാലൻസ്. ഹലോ കൊച്ചു കൂട്ടുകാരെ, നമ്മൾക്കിന്നൊരു കഥ കേട്ടാലോ? നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥയുടെ പേരാണ് നല്ല സമരിയക്കാരൻ.
ഒരു ദിവസം യേശു തന്നെ പിന്തുടർന്നു വന്ന ജനങ്ങൾക്ക് വളരെ രസകരമായ ഒരു കഥ പറഞ്ഞു കൊടുത്തു. ആ കഥയാണ് നല്ല സമരിയക്കാരൻ. ഒരിക്കൽ ഒരാൾ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കുറേ കള്ളന്മാർ ഓടി വന്നു. അവർ അയാളെ അടിച്ച് മുറിവേൽപ്പിച്ച് അയാളുടെ പണവും വസ്ത്രങ്ങളുമെല്ലാം എടുത്തുകൊണ്ട് ഓടിപ്പോയി. പാവം അയാൾ ശരീരം മുഴുവനും മുറിവേറ്റ് രക്തമൊലിപ്പിച്ച് മരണത്തോട് മല്ലിട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അതിലൂടെ ഒരു മഹാൻ വന്നു. അയാൾ ഒരു മതപണ്ഡിതനായിരുന്നു. വഴിയിൽ മരണത്തോട് പോരാടിക്കൊണ്ടിരുന്ന ആ മനുഷ്യനെ അയാൾ കണ്ട ഉടനെ ഓടിച്ചെന്ന് സഹായിക്കുമെന്നല്ലേ നമ്മൾ വിചാരിക്കുക? നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുക? പക്ഷേ ഈ മനുഷ്യൻ ആ വ്യക്തിയെ സഹായിക്കാൻ തയ്യാറായില്ല. അയാൾ എന്താ ചിന്തിച്ചെന്നറിയാമോ? ഇവൻ ആരാ? ഇവനും ഞാനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇവനെ സഹായിക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാവോ? അല്ലെങ്കിൽ തന്നെ ഞാൻ വളരെ ബിസിയാ, വീട്ടിൽ 1000 ജോലികളുണ്ട് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിലത്ത് കിടക്കുന്ന മനുഷ്യനെ സഹായിക്കാതെ അവിടെ നിന്ന് പോയി. ആ വഴിയിലൂടെ വേറൊരാളും വന്നു. അയാൾ ഒരു ലേവ്യക്കാരനായിരുന്നു. വഴിയിൽ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരുന്ന മനുഷ്യൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു. ഒരു പക്ഷേ അയാൾ എനിക്ക് പരിചയമുള്ളവനാണോ, അതുമല്ലെങ്കിൽ ബന്ധത്തിൽപ്പെട്ടവനാണോ, അഥവാ കൂട്ടുകാരെങ്കിൽ ആരെങ്കിലും ആയിരിക്കുമോ? പക്ഷേ ഇയാളെ കണ്ടിട്ട് ബന്ധത്തിൽപ്പെട്ടവനുമല്ല, കൂട്ടുകാരിൽ ആരുമല്ല. പിന്നെ എന്തിന് ഞാൻ ഇയാളെ സഹായിക്കണം? പാവം, അയാളെ സഹായിക്കാൻ ആരും വന്നില്ലേ എന്നാണോ ചിന്തിക്കുന്നത്? ഇപ്പോഴാണ് നമ്മുടെ കഥയിലെ ഹീറോ എൻട്രി ആവാൻ പോകുന്നത്. അയാൾ ഒരു സമരിയക്കാരനായിരുന്നു. ആ സമരിയക്കാരൻ കഴുതപ്പുറത്ത് യാത്ര ചെയ്ത് നിലത്ത് കിടക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് അയ്യോ പാവം, ഈ മനുഷ്യൻ മുറിവേറ്റ് കിടക്കുകയാണല്ലോ, ശരീരത്തിൽ നിന്ന് ചോര ഒലിക്കുന്നല്ലോ എന്ന് വളരെയധികം വിഷമിച്ചു. എന്നിട്ട് കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി വന്ന് നിലത്ത് കിടക്കുന്ന മനുഷ്യനോട്, സഹോദരാ, ആരാണ് നിങ്ങളോട് ഇത് ചെയ്തത്? നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് കുടിക്കാൻ വെള്ളം കൊടുത്തു. അയാളുടെ മുറിവുകൾക്കെല്ലാം മരുന്ന് പുരട്ടി. എന്നിട്ട് അയാളെ കഴുതപ്പുറത്ത് കയറ്റി ഒരു നല്ല വൈദ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. വൈദ്യനോട്, വൈദ്യരെ, ഇയാളെ നന്നായി ചികിത്സിക്കണം, ഓർമ്മ സുഖമാകുന്നതുവരെ ഇവിടെ തന്നെ ഇരിക്കട്ടെ, അയാളുടെ മുറിവുകളെല്ലാം ഉണങ്ങി സുഖമായി ഇരിക്കട്ടെ, അതിന് എത്ര പണം ചിലവായാലും അത് ഞാൻ തരാം എന്ന് പറഞ്ഞ് പൂർണ്ണ മനസ്സോടെ അയാളെ സഹായിച്ചു. ഈ കഥയിൽ നിന്ന് യേശു ചുറ്റുമുള്ളവർക്ക് ഒരു നല്ല ഗുണപാഠം പഠിപ്പിച്ചു കൊടുത്തു. അതെന്താണെന്നറിയാമോ? സ്വർഗരാജ്യത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവൻ ആരാണോ അവൻ നല്ല സമരിയക്കാരനെ പോലെ മറ്റുള്ളവരെ സഹായിക്കണം. നിങ്ങൾ നല്ല സമരിയക്കാരനെ കണ്ടില്ലേ? മറ്റുള്ളവരെ സഹായിക്കുന്നവരാരാണോ അവനെ യേശു സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകും. കൂട്ടുകാരെ, നിങ്ങൾ നല്ല സമരിയക്കാരനെ കണ്ടില്ലേ? മറ്റുള്ളവരെ സഹായിക്കുന്നവരാരാണോ അവനെ യേശു സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകും. നല്ല സമരിയക്കാരൻ്റെ മാതൃക പിന്തുടർന്ന് നമ്മുടെ സഹായം ആവശ്യപ്പെടുന്നവരെ സഹായിക്കാം. താങ്ക് യു. കൂട്ടുകാരെ, നമ്മളെല്ലാവരും ഈശോയുടെ മക്കളല്ലേ? അവൻ്റെ പാട്ടുപാടി അവനെ ആരാധിക്കുന്നത് ഈശോയ്ക്ക് എന്തിഷ്ടമാണെന്നോ? ഈശോയുടെ ഒരു മനോഹര ഗാനത്തിന് നൃത്തച്ചുവടുകളുമായി കുറച്ച് കുഞ്ഞു കൂട്ടുകാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് പോയാലോ? ആക്ഷൻ സോങ്. നിത്യസ്നേഹിതൻ നല്ല പാലകൻ കൂടെയിരിക്കുന്നു. Jesus is my savior, Jesus my redeemer, Jesus is my savior, Jesus my redeemer, worthy of all praises, hallelujah, worthy for praises, hallelujah. Ha ha hallelujah. Ha ha hallelujah. Ha ha hallelujah. Hallelujah.
ഉപേക്ഷിക്കുകയില്ല. ഓഗോയിലും ഡിസ്നിയിലും കാണും വീരന്മാരല്ല, ഛോട്ടാ ഭീമും ശക്തിമാനും നിന്നെ രക്ഷിക്കുകയില്ല. എന്നാൽ യേശു മാത്രം നിന്നെ രക്ഷിക്കും ദൈവം. എന്നാൽ യേശു മാത്രം നിന്നെ രക്ഷിക്കും ദൈവം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ ബ്ലൂമിംഗ് ബഡ്സിൻ്റെ എപ്പിസോഡിലൂടെ ഈശോ നമുക്ക് ഒരുപാട് അറിവുകൾ പകർന്നു തന്നു. ഈ അറിവുകളൊക്കെ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇന്നത്തെ ബ്ലൂമിംഗ് ബേർഡ്സ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ ദിവസം പുതിയ എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. ഐ എം മേധ ആൻഡ് ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ. സ്നേഹ